അപ്പൊ ഇന്ന് നമ്മൾ വണ്ടി ഓടിക്കാൻ പോകുന്നത് ഡിസൈറിലാണ്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത് മാരുതിയിലാണ്. അപ്പൊ മാരുതിയുടെ ബ്രേക്കും ഡിസൈറിന്റെ ബ്രേക്കും വ്യത്യാസമുണ്ട്. അതിൽ ഡിസൈറിന്റെ ബ്രേക്ക് കഴിഞ്ഞാൽ പവർ ബ്രേക്കാണ്. അപ്പൊ നമ്മൾ മാരുതി ചവിട്ടും പോലെ ചവിട്ടിക്കഴിഞ്ഞാൽ വണ്ടി പെട്ടെന്ന് അങ്ങ് നിന്നു പോകും. നമ്മളെ വണ്ടിയിൽ ഒരു എൽബോർഡ് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ലേണർമാരാണ് ആ വണ്ടി ഓടിക്കുന്ന അർത്ഥം വരുന്നത്. ബാക്കിയുള്ളവരെ അറിയിക്കുന്നതാണ്, പഠിപ്പിച്ചുകൊണ്ട് പോകുന്ന വണ്ടിയാണ്. അപ്പൊ ബാക്കിയുള്ള വണ്ടികൾ പഠിപ്പിക്കുന്ന വണ്ടി ഒരു ഡിസ്റ്റൻസ് ഇട്ട് വേണം വരേണ്ടത്. പക്ഷെ ആരും ഡിസ്റ്റൻസ് ഇടൂല, നമ്മളെ വണ്ടിയായിട്ട് തൊട്ട് ചേർന്നേ വരുള്ളൂ. അപ്പൊ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാൽ ബാക്കിലുള്ള വണ്ടി വന്ന് ഇവിടെ ഇരിക്കും, പുറകെ ഇരിക്കും. പ്രത്യേകിച്ച് ടൂ വീലർ. ഈ പെൺകുട്ടികളൊക്കെ ടൂ വീലറൊക്കെ പഠിച്ച ഒരു കൺട്രോളും ഇല്ലാതെ അവർ നമ്മളെ പിറകിലൂടെ വരും. നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത് സഡൻ ആയി പോയാൽ അവർ പിറകെ ഇടിക്കും, അവർ താഴെ വീഴും. താഴെ വീണാൽ പിന്നെ അവർ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യണം, പിന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം, പിന്നെ FIR ആയി, കേസായി, പ്രശ്നങ്ങളായി. നിങ്ങൾ ഇതുവരെ ഫേസ് ചെയ്യാത്ത ഒരു മാനസികാവസ്ഥയിൽ നിങ്ങൾക്ക് പോകും. അതുകൊണ്ട് ബ്രേക്കിംഗ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ ചുറ്റും അപകടങ്ങളാണ്. അപ്പൊ നമ്മൾ അത്രയും ശ്രദ്ധയോടെ വേണം വണ്ടി ഓടിക്കുന്നത്. ഇവിടെ അതുപോലെ ഡിസൈറിന്റെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് പവർ സ്റ്റിയറിംഗ് ആണ്. അത് നിർത്തിത്തിരിക്കാൻ എളുപ്പമായി. പക്ഷെ മാരുതി എന്ന് പറഞ്ഞാൽ നിർത്തിത്തിരിക്കുമ്പോൾ ഭയങ്കര ടൈറ്റ് ആയിരിക്കും. പക്ഷെ റണ്ണിങ്ങിൽ രണ്ട് സ്റ്റിയറിംഗുകളും ഒരുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞത് ബ്രേക്കിംഗ് ആണ്. ഒരു വണ്ടിയെ നമ്മൾ ഓടിക്കുമ്പോൾ ഏത് വശം നോക്കിയേ ഓടിക്കാൻ പാടുള്ളൂ? ഇടതുവശം. അപ്പൊ ഇന്ന് നക്ഷത്രയുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. അതായത് 4 ദിവസത്തെ ക്ലാസ് ഗ്രൗണ്ടിൽ കഴിഞ്ഞിട്ട് ഇന്ന് നമ്മളെ ഫസ്റ്റ് ക്ലാസ് എവിടെ തുടങ്ങിയാണ്? റോഡിൽ. അപ്പൊ റോഡിൽ ഫസ്റ്റ് ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ നക്ഷത്രയോട് പറയുന്നു, ഇടതുവശം ചേർന്നേ ഓടിക്കാൻ പാടുള്ളൂ. ഈ കാര്യം ഇനി ഞാൻ എന്ന് നിങ്ങളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തേണ്ട സാഹചര്യം വരരുത്. നിങ്ങൾ ഇന്ന് തന്നെ മനസ്സിൽ ഉറപ്പിക്കണം, വണ്ടി ഓടിക്കുമ്പം റോഡിന്റെ ഇടതുവശം ചേർത്തേ ഓടിക്കാൻ പാടുള്ളൂ. അപ്പൊ നിങ്ങൾ പറയും, സാർ എനിക്ക് ഇടതുവശം അറിയാൻ പറ്റില്ല സാർ, ഏതിലേക്കൂടെ പോകുന്നു എന്ന്. അപ്പൊ അത് നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് റോഡിന്റെ ഇടതുവശം മനസ്സിലാക്കേണ്ടത് എന്നൊരു ടയർ മാർക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ആ വെള്ള വരയിൽ റിഫ്ലക്ടർ അടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുമ്പോൾ ഇന്ന് നിങ്ങൾ കാറ് കറക്റ്റ് ചെയ്തതിന്റെ പുറത്തൂടെ ഓടിച്ചുകൊണ്ട് പോകണം, റിഫ്ലക്ടർ. അപ്പൊ ടക്ക് ടക്കട്ട് നമ്മൾ കുറയ്ക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ വണ്ടി ഓടിക്കുന്നത് മുഴുവൻ ആക്സിലേറ്റർ കൊടുത്തുമല്ല, ഒട്ടും ആക്സിലേറ്റർ കൊടുക്കാതെയല്ല. കൊടുക്കുന്നതിനും എടുക്കുന്നതിനും ഇടയ്ക്ക് ഒരു മിഡിൽ പൊസിഷനുണ്ട്. അവിടെ വെച്ചുകൊണ്ടാണ് കയറ്റം വരുമ്പോൾ കൂടിയും ഇറക്കം വരുമ്പോൾ ആക്സിലേറ്റർ കുറച്ചും നമ്മൾ ഇങ്ങനെ കൺട്രോൾ ചെയ്യും. പക്ഷെ ചില കുട്ടികൾ ആക്സിലേറ്റർ കുറയ്ക്കാൻ പറയുമ്പോൾ അവർ കംപ്ലീറ്റും കുറയ്ക്കും, വണ്ടി ഇങ്ങനെയാണ്. കൊടുക്കാൻ പറയുമ്പോൾ അവർ വീണ്ടും ഒരു ചവിട്ടും വണ്ടി ഇങ്ങനെയാണ്. അപ്പൊ അത് വരാതെ ആക്സിലേറ്റർ വളരെ സെൻസിറ്റീവാണ്. നാളെ നിങ്ങൾ കാർ ഇങ്ങനെ തനിച്ച് ഓടിച്ച് നിങ്ങൾ അടിപൊളിയായി ഡ്രൈവിംഗ് ലെസൺ കിട്ടി പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നും, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ തൊടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ വണ്ടിയുടെ സ്പീഡ് കൂടുന്നതും ജസ്റ്റ് കുറയ്ക്കുമ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മുടിനാരിഴ എത്ര തിക്നെസ് ഉണ്ട് അത്രമാത്രം കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ വണ്ടിയുടെ സ്പീഡ് വ്യത്യാസം മനസ്സിലാവും. പക്ഷെ അതൊന്നും നമ്മൾ ഡ്രൈവിംഗിന്റെ ആദ്യകാല ക്ലാസ്സുകളിൽ പിടികിട്ടില്ല. ആദ്യകാല ക്ലാസ് നമ്മൾ മുഴുവൻ ജ്യൂസ് അടിച്ച് കണക്കാം. നമ്മളിപ്പം ഒരു തോട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു. ആ വെള്ളം എങ്ങനെ ഇരിക്കും? ഇപ്പൊ ഒരു ഗ്ലാസ് തോട്ടിൽ നിന്ന് വെള്ളം എടുത്ത് വെച്ചേക്കാണ്. ആ വെള്ളം ഇങ്ങനെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കോ? അത് ചായയുടെ കളറായിരിക്കോ? മിക്കപ്പോഴും ചായയുടെ കളറായിരിക്കും. എന്തുകൊണ്ടാണത്? അത് കംപ്ലീറ്റ് കലങ്ങിയ വെള്ളമാണ്, അല്ലെ? കലക്കൽ വെള്ളമാണ്. പക്ഷെ അതൊരു 3 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോഴോ അതിന്റെ ആ ചെളിയെല്ലാം അടിഞ്ഞ് ആ വെള്ളം വൈറ്റ് കളറാവും, ക്ലിയർ ആവും. അതുപോലെ ഡ്രൈവിംഗിന്റെ ആദ്യകാല ക്ലാസ് നമുക്ക് ഒന്നും ഒരു ഐഡിയ കിട്ടൂല. നമുക്ക് ലെഫ്റ്റ് ചെയ്ത് റൈറ്റ് ചെയ്ത് ആക്സിലേറ്റർ കൊടുക്കുന്നോ, കൂടുന്നുണ്ടോ, ബ്രേക്ക് കൂടുന്നോ. പക്ഷെ ഒരു 4-5 ദിവസത്തെ ക്ലാസ്സുകൾ കഴിയുന്നതോടെ നമുക്ക് ഏകദേശം നമ്മൾ കോൺഷ്യസ് മൈൻഡിലോട്ട് വരും. 10 ദിവസമൊക്കെ ആകുമ്പോൾ നമ്മൾ ഏകദേശം ഓക്കെ ആവും, കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ സ്പീഡ് കൺട്രോൾ മനസ്സിലാവും. നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ വണ്ടിയിൽ എങ്ങനെ ബ്രേക്ക് അപ്ലൈ ആവുന്നു എന്ന് മനസ്സിലാവാൻ പറ്റും. ആ തിരിച്ചറിവുകൾ വരുമ്പോഴേ നമുക്ക് നന്നായി വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആക്സിലേറ്ററിന്റെയും ബ്രേക്കിന്റെയും സ്റ്റിയറിംഗിന്റെയും ക്ലാസ്സുകളാണ്. അപ്പൊ ഈ ആക്സിലേറ്റർ, ബ്രേക്ക്, സ്റ്റിയറിംഗിൽ കൺട്രോൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഏതുകൂടെ സ്റ്റാർട്ട് ചെയ്യും? ക്ലച്ച്. അപ്പൊ എപ്പോഴും ക്ലച്ച് ചവിട്ടാൻ ഞാൻ പറഞ്ഞാലും എങ്ങനെ ചവിട്ടണം? ഒറ്റ ചവിട്ട്. ആ ചവിട്ടുന്ന ക്ലച്ച് എവിടെ പോയി തട്ടണം? താഴെ തറയും. അപ്പൊ ഏത് കുട്ടികളാണോ നമ്മൾ ആ റോഡിലെ ക്ലാസ്സുകളിൽ സഡനായി ക്ലച്ച് ചവിട്ടുന്നത് അവരെ ഡ്രൈവിംഗ് പെർഫോമൻസ് ഉയർന്നിരിക്കും. ഏത് കുട്ടികളാണോ ക്ലച്ച് ചവിട്ടാൻ പറയുന്നത് ആ സമയത്ത് അവരെ ആലോചിച്ച് ചിലർ പകുതി കൊണ്ടുവയ്ക്കും, ചിലർ പകുതി കഴിഞ്ഞിട്ടേ ബാക്കി ചവിട്ടുള്ളൂ. അങ്ങനെ പാർട്ട് ബൈ പാർട്ടായിട്ട് ചവിട്ടുന്ന കുട്ടികളുടെ പെർഫോമൻസ് ലെവൽ താഴ്ന്നു, ഉയരില്ല. അപ്പൊ അത് പഠിപ്പിക്കാത്തതുകൊണ്ടല്ല, പഠിച്ച കാര്യം അതുപോലെ ചെയ്യുന്നതിലുണ്ടാകുന്ന സമയ വ്യത്യാസമാണ്. ഇവിടെ അപ്പൊ നമ്മള് പെട്ടെന്ന് ക്ലച്ച് ചവിട്ടുമ്പോൾ തന്നെ, ഇപ്പൊ നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് ക്ലച്ച് ചവിട്ടുമ്പോൾ തന്നെ ഏത് കുറയ്ക്കണം? ആക്സിലേറ്റർ കുറയ്ക്കണം. അപ്പൊ ഇവിടെ നമ്മൾ എന്തിനു വേണ്ടിയാണ് ക്ലച്ച് ചവിട്ടിയത്? 2 അവസരങ്ങളിൽ. ഒന്നുകിൽ ഗിയർ മാറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് നിർത്തും. അപ്പൊ ഏതിനു വേണ്ടി ചവിട്ടിയോ അത് കഴിയാതെ ഏതെന്ന് കാടെടുക്കരുത്? ക്ലച്ച്. അപ്പൊ നമ്മൾ ക്ലച്ച് കാടുന്നത് ശ്രദ്ധിക്കേണ്ടത് ക്ലച്ചിന്റെ എവിടെ കൊണ്ട് നിർത്തണം? ഹാഫ് ക്ലച്ച് അഥവാ മൂവിംഗ് പൊസിഷൻ അല്ലെങ്കിൽ ബൈറ്റിംഗ് പോയിന്റ്
അവിടെ കൊണ്ട് നിർത്തിയതിനു ശേഷം സാവധാനം ക്ലച്ച് എടുക്കുന്നതനുസരിച്ച് ഏത് കൊടുത്തോണ്ടിരിക്കണം. ചുരുക്കി പറഞ്ഞ ഒന്ന് താഴുമ്പം ഒന്ന് ഉയരണം. ഇതാണ് അതിന്റെ ടൈം. മനസ്സിലായോ? അപ്പൊ ഇത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമെങ്കിൽ ഇപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പോയി ആ ക്ലാസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇവിടെ നമ്മൾ ഓടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പകരം ഒരു കാറിൽ ചെയ്യുന്ന എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഇവിടെ അവൈലബിൾ ആണ്. അത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ക്ലിയർ ആയി. അപ്പൊ എപ്പോഴും അപ്പം ഫസ്റ്റിൽ നമ്മൾ ആക്സിലേറ്റർ ബ്രേക്കിൽ സ്റ്റാർട്ട് ചെയ്യും. അത് നമ്മൾ ഓക്കെ ആയി കഴിഞ്ഞാൽ ഏതുകൂടെ തുടങ്ങും? ക്ലച്ചൂടെ തുടങ്ങും. ഈ 3 കൺട്രോൾ ഓക്കെ ആയാൽ ഏതുകൂടെ തുടങ്ങും? ഗിയർ. അപ്പൊ ഇന്നുകൊണ്ട് ക്ലാസ് കംപ്ലീറ്റ് ആവും. അപ്പൊ ചില കുട്ടികൾക്ക് നമ്മൾ ആക്സിലേറ്റർ ബ്രേക്കിൽ സ്റ്റോപ്പ് ചെയ്യും. എന്തുകൊണ്ടെന്നറിയോ? ആ കുട്ടിക്കുള്ള കപ്പാസിറ്റി അത്രയേ ഉള്ളൂ. ചില കുട്ടികൾക്ക് ഏതുകൂടെ സ്റ്റാർട്ട് ചെയ്യും? ക്ലച്ച്. ചില കുട്ടികൾക്ക് കംപ്ലീറ്റ്. അപ്പൊ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണെന്ന് ഇന്നത്തെ ക്ലാസ് തുടങ്ങുമ്പോൾ അറിയാൻ പറ്റും. പിടിയില്ല. നക്ഷത്രയ്ക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഡൗട്ടുകളൊന്നുമില്ല. അഭിജയ്ക്ക് വല്ലതും ചോദിക്കാനുണ്ടോ? ഇല്ല, ക്ലിയർ ആണ്. പിന്നെ ചോദിക്കാനുണ്ടോ? അഭിരാം, വിജി ഇരുന്നു. ഇവിടെ ഇടിയാ. അപ്പൊ നമുക്ക് ക്ലാസ് ചെയ്തു. ഒരു ടെൻഷനോ ഒന്നും വേണ്ട. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഞാൻ കൺട്രോൾ ചെയ്യും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുക. ഞാൻ പെട്ടെന്ന് ക്ലച്ച് ചവിട്ടാൻ പറഞ്ഞാൽ നിങ്ങൾ അപ്പോഴും ക്ലച്ച് ചവിട്ടണം. അവിടെ പിന്നെ എത്ര ചവിട്ടണം സാർ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. പിടിയില്ല. അങ്ങനെ ആവുമ്പോൾ 10 ദിവസം കൊണ്ട് ട്രാക്കിലാവും. 10 ദിവസം കൊണ്ട് ട്രാക്കിലാവണം. നിങ്ങൾക്ക് 4ാമത്തെ ദിവസം 14 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അറിയാലോ. ഇന്ന് രാവിലെ വണ്ടി ഓടിച്ചത് കാർത്തിക്കാണ്. അപ്പൊ കാർത്തികന്റെ ഞാൻ പറഞ്ഞു, കാർത്തികെ 14 കാര്യങ്ങൾ അറിയാമോ? അറിയാമെന്ന് പറഞ്ഞെങ്കിലും കാർത്തികന് അറിഞ്ഞുകൂടായിരുന്നു. കാരണം 14 കാര്യങ്ങൾ കാർത്തിക എന്ത് ചെയ്തില്ല? പഠിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, കാർത്തികെ ഞാൻ പറഞ്ഞു തരാം, അതുപോലെ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഈ ഞാൻ പറഞ്ഞു തരുന്നതിന് ഞാനൊരു പേര് കൊടുത്തത് താരാട്ട് പാട്ടെന്നാണ്. കൊച്ചുങ്ങൾ ഉറങ്ങുന്നത് അമ്മേരെ ഏത് കേട്ടിട്ടാണ്? താരാട്ട് പാട്ട് കേട്ടത്. അതുപോലെ എന്റെ താരാട്ട് കേട്ടാൽ കാർത്തിക് എല്ലാ കാര്യം ബ്രേക്ക് ചവിട്ടും, ക്ലച്ച് ചവിട്ടും, ന്യൂട്രലാക്കും. ഞാൻ താരാട്ട് പാട്ട് പാടിയില്ലെങ്കിൽ കാർത്തികിന് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ് മുഹമ്മദ് അലി കയറി. ഞാൻ താരാട്ട് വേണ്ട സാർ, ഞാൻ സ്വയം പാടാന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് 14 കാര്യം കാണാൻ പഠിക്കുക. അടുത്ത ദിവസം മുതൽ കാറിനകത്ത് കയറി എല്ലാ കാര്യങ്ങളും തനിച്ച് നമ്മൾ വണ്ടിക്കകത്ത് കയറി ഡോർ വെച്ചാൽ ഉടനെ നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? സീറ്റ് ബെൽറ്റ് ഇടും, സൈഡ് മിററിൽ നോക്കും. അത് കഴിഞ്ഞ് ബ്രേക്ക്, ക്ലച്ച്, ന്യൂട്രൽ തുടങ്ങിയുള്ള 14ാമത്തെ കാര്യം. അതിൽ 14ാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ലച്ചിന്റെ ഫസ്റ്റ് ലെവലാണ്. അപ്പോൾ വണ്ടിയുടെ റണ്ണിങ് വളരെ സ്മൂത്ത് ആയിട്ടാണ്. അങ്ങനെ നമ്മൾ എടുക്കുമ്പോഴേ ആരോ പറയും സാർ ഡോർ അടഞ്ഞില്ല എന്ന് പറയുന്നത് ആ ക്ലച്ചിനെ പകുതി നിർത്തിയെടുക്കുമ്പോഴാണ്. അതിൽ നമ്മൾ ഒരു എടുപ്പാണെന്നുണ്ടെങ്കിൽ ആ അടയാത്ത ഡോറും കൊണ്ടായിരിക്കും നമ്മളങ്ങ് പോവുക. അപ്പൊ എപ്പോഴും ഈവൻ നിങ്ങളെ ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്ത് നിങ്ങൾ വണ്ടി എടുക്കുന്നതും ക്ലച്ചിന്റെ ഫസ്റ്റ് ലെവലിൽ നിർത്തിയായിരിക്കണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് വരുത്തി സെക്കൻഡ് ഗിയർ, സ്പീഡ് വരുത്തി തേർഡ് ഗിയർ, സ്പീഡ് വരുത്തി ഫോർത്ത് ഗിയർ. ഇങ്ങനെ 14 കാര്യങ്ങൾ ചെയ്ത് അടിപൊളിയായി 4 ഗിയറുകൾ മാറി ഓടിക്കാൻ കഴിയുമെങ്കിൽ വിജി അടിപൊളിയായി ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവും. വണ്ടിയുടെ സ്പീഡ് കുറയുന്നതനുസരിച്ച് നമ്മൾ കുറഞ്ഞ ഗിയറുകളിലോട്ട് മാറും. അത് സ്വയം വിജി മനസ്സിലാക്കണം. ഫ്രണ്ട് ക്ലിയർ അല്ല, ബ്രേക്ക് സ്ലോ ചെയ്തു, ബസ് പോയി, ബ്രേക്ക് വിട്ടു, ഇപ്പൊ 15 കിലോമീറ്റർ സ്പീഡിലാണ്. വിജി അപ്പോഴും സെക്കൻഡ് ഗിയർ ഇട്ടാണ് എടുക്കുന്നതെങ്കിൽ വിജി ഓക്കെ ആയി. അതല്ല വന്നതുപോലെയുള്ള ആ ഫോർത്ത് ഗിയർ പവർ കുറഞ്ഞ ഗിയറിലാണ് എടുക്കുന്നതെങ്കിൽ വണ്ടി പോകാൻ പറ്റാതെ, വണ്ടിക്ക് പവർ ഇല്ല, ടക്ക് 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 എഞ്ചിൻ അടിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ടെസ്റ്റിന് തലേദിവസം പഠിപ്പിക്കുന്ന കാര്യങ്ങളല്ല, ഇന്ന് മുതൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ